കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ കുറ്റപത്രം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. കേസിൽ 2 ഡോക്ടർമാരും 2 നഴ്സുമാരും കുറ്റക്കാരാണെന്ന് മെഡിക്കൽ കോളേജ് പോലീസ് കണ്ടെത്തിയിരുന്നു. പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. സമരങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ ഹർഷിന കേസിലെ കുറ്റപത്രം ഇന്ന് കോടതിയിലെത്തും. കേസിലെ പ്രതികളായ ആരോഗ്യ പ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയതിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. 2017 നവംബർ 30-ന് ഹർഷിനയുടെ 3ാമത്തെ പ്രസവ ശസ്ത്രക്രിയ നടത്തിയ മെഡിക്കൽ സംഘത്തിലുള്ള ഡോക്ടർമാരെയും സ്റ്റാഫ് നഴ്സുമാരെയുമാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അനുമതി നൽകിയത്. നിലവിൽ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ CK രമേശൻ, സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റും മലപ്പുറം സ്വദേശിനിയുമായ ഡോക്ടർ M ഷഹന, മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമാരായ M രഹന, KG മഞ്ജു എന്നിവരാണ് യഥാക്രമം കേസിലെ 1 മുതൽ 4 വരെയുള്ള പ്രതികൾ. ഇവരുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. മെഡിക്കൽ ബോർഡ് തള്ളിയ കണ്ടെത്തലുകളുമായി പോലീസ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കോടതി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. ചികിത്സാ പിഴവുകളിൽ ആരോഗ്യ പ്രവർത്തകർ പ്രതികളാകുന്ന കേസുകളിൽ തന്നെ നിർണായകമായി ഹർഷിന കേസ് മാറാൻ സാധ്യതയുണ്ട്. അതേസമയം കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചാലുടൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഹർഷിന. 1 കോടി രൂപയാണ് ഹർഷിന നഷ്ടപരിഹാരമായി ആവശ്യപ്പെടാൻ ഒരുങ്ങുന്നത്. കോടതി ചെലവിനുള്ള പണം ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കാനാണ് തീരുമാനം. ജനം, കോഴിക്കോട്.